നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ആയിട്ടുള്ള പഴം വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. കുട്ടീസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. കറുമുറയുന്നതായതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു സോഫ്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയാണ്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ പഴംപൊരിയുടെ മാവുണ്ടല്ലോ, ആ ബാറ്റർ ഉണ്ടല്ലോ, അതുപോലെ ഒന്ന് ലൂസാക്കി എടുക്കാം. 1 കപ്പ് വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് നമുക്കത് ലൂസാക്കി എടുക്കാം. ആയിട്ടുണ്ട്. ഇതിങ്ങനെയാണ് ഉണ്ടാവേണ്ടത്. അതൊന്ന് 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു 4 പഴം എടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത് തൊലി കളഞ്ഞ് വന്നിട്ടുണ്ട്. അതിനെ 3 കട്ട് ചെയ്തെടുക്കാം. നമുക്ക് പഴംപൊരിയുടെ ആ ഒരു ഇതുണ്ടല്ലോ, അതുപോലെ കട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഞാനിപ്പോൾ എല്ലാം കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് അധികം കട്ടിയില്ലാത്ത വെർമിസെല്ലിയാണ്, സേമിയ. അത് ഒന്ന് നന്നായി കൈ കൊണ്ട് ഉടച്ചെടുക്കാം. അധികം കട്ടിയുള്ളതാണെങ്കിൽ നമുക്ക് അത് എടുക്കണ്ട കേട്ടോ. കട്ടിയില്ലാത്ത ഈ കുനാഫയ്ക്കൊക്കെ കിട്ടില്ലേ, അതുപോലത്തെ ആണെങ്കിൽ സൗകര്യമായി. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോഴും അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് നമ്മുടെ ബാറ്റർ ഉണ്ടല്ലോ, നമ്മൾ ആക്കി വെച്ച ബാറ്ററിലും പഴം അതിലൊന്ന് ബാറ്ററിൽ കോട്ട് ചെയ്തിട്ട് നമുക്ക് വെർമിസെല്ലിയിൽ ഇട്ടിട്ട് ഇതേപോലെ കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരാനാണ് വേണ്ടിയിട്ടാണ് വെർമിസെല്ലിയിൽ കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതും കൂടെ കോട്ട് ചെയ്തെടുക്കാം. അത് ഈ 2 മിനിറ്റ് വെർമിസെല്ലിയിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഈ ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിക്കുന്നതൊക്കെ മാറും കേട്ടോ. ഈ വെർമിസെല്ലി ഇതെല്ലാം വെള്ളത്തിൻ്റെ കണ്ടൻ്റ് എല്ലാം വലിച്ചെടുത്തിട്ട് നമുക്ക് അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് ടൈറ്റായിട്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് കുറച്ച് സമയം ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ ശരിയാവും കേട്ടോ. നമുക്കിതെല്ലാം അതേപോലെ കോട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ആദ്യം 3 മാത്രമേ കോട്ട് ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾ ഓരോന്ന് കോട്ട് ചെയ്തെടുക്കുന്ന അതിനനുസരിച്ച് നമുക്ക് എണ്ണയിലിട്ട് പൊരിക്കുന്നതായിരിക്കും സൗകര്യം. അതുകൊണ്ട് ഞാനിവിടെ 3 കോട്ട് ചെയ്തെടുത്തിട്ട് എണ്ണയിൽ പൊരിച്ചെടുക്കാൻ പോവാണ്. നമുക്ക് ഒരു സൺഫ്ലവർ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കോട്ട് ചെയ്ത് വെച്ച ആ പഴത്തിൻ്റെ അതിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ആക്കിയെടുക്കാം കേട്ടോ. ഒരു ഭയങ്കര ഇട്ട ഉടനെ മറിച്ചിടണ്ട, കാരണം ആ സേമിയൊക്കെ നമ്മുടെ എണ്ണയിലേക്ക് പോകും. അതുകൊണ്ട് ശ്രദ്ധിച്ച് തിരിച്ചിട്ടിട്ട് 2 ഭാഗവും ബ്രൗൺ കളറാക്കി എടുക്കാം. ഇതുപോലെ ആയിരിക്കും അവസാനം ഉണ്ടാവുക. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതേപോലെ എല്ലാം നമുക്ക് പൊരിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനെല്ലാം ആക്കിയെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കാണാനും നല്ല ഭംഗിയുണ്ട്, പക്ഷെ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ഭയങ്കര ക്രിസ്പി ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു വെറൈറ്റി റെസിപ്പി അല്ലേ ഇത്. ഇപ്പോഴും നമ്മൾ ഒരേപോലെ പഴം കൊണ്ട് ഉണ്ടാക്കാതെ ഇതേപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.